ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഭദ്രകാളി അമ്മയെ പൂജിക്കുന്നവരും ഭജിക്കുന്നവരുമാണ്. എന്നാൽ ചില ആളുകൾ ഭദ്രകാളി അമ്മയെ ഭജിച്ചാൽ അവർക്ക് ആഗ്രഹങ്ങൾ വേഗം സഫലമാവുകയും അവർ ഏത് ആഗ്രഹങ്ങളും അമ്മ നടത്തി കൊടുക്കുകയൊക്കെ ചെയ്യും. അവരാരൊക്കെയാണ്, അവർക്കുള്ള പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ദുഃഖനാശിനിയും ദുർഗതി ഒക്കെ നമുക്ക് മാറ്റിത്തരുന്നതുമായ ദുർഗാ ഭഗവതിക്ക് മഹാകാളി എന്നും മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ 3 ഭാവങ്ങളാണ് ഉള്ളത്. അമ്മയ്ക്ക് ദേഹം തമാല നീല ഒരു നീല നിറമാകുമ്പോൾ ദേവി മഹാകാളിയായും കണ്ണും മുഖവും വസ്ത്രാലങ്കാരങ്ങളുമൊക്കെ ഈ ചെമ്പരത്തിപ്പൂ പോലെ ചുവപ്പണിയുമ്പോൾ മഹാലക്ഷ്മിയായും ദേഹവും വസ്ത്രവും അലങ്കാരങ്ങളും മുല്ലപ്പൂ പോലെ വെളുത്തിരിക്കുമ്പോൾ ദേവി മഹാസരസ്വതിയുമാകും. പിതാവായ ദക്ഷൻ്റെ ആ ഒരു അവഹേളനം താങ്ങാൻ കഴിയാതെ തൻ്റെ പ്രിയ പത്നി സതീദേവി യാഗശാലയിലെ കനലിൽ ആത്മാഹൂതി ചെയ്തപ്പോൾ സംഹാരരുദ്രനായ ശിവഭഗവാൻ ജട പിടിച്ച് നിലത്തടിച്ച് ക്രോധാഗ്നിയിൽ നിന്നും ഒപ്പം വീരഭദ്രനൊപ്പം ഭദ്രകാളിയമ്മയും ആവിർഭവിച്ചു എന്നതാണ് നിലവിൽ പല ഐതിഹ്യങ്ങളിൽ ഒരു ഐതിഹ്യം. ആദിപരാശക്തിയുടെ ആ ഉഗ്രരൂപമായും ദാരികനെ വധിക്കാൻ ശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് രൂപമെടുത്ത ശിവപുത്രിയായും ഭക്തവത്സലയായ കാളിയമ്മയൊക്കെ നമ്മൾ അങ്ങനെ പല രീതിയിലൊക്കെ ആരാധിച്ചു പോരുന്നുണ്ട്. ഈ ശ്രീ മഹാരുദ്രൻ്റെ നേത്രങ്ങളിൽ നിന്ന് ജന്മമെടുത്ത രക്തബീജൻ എന്ന അസുരനെ സംഹരിക്കുവാനായിട്ട് രൂപമെടുത്ത ഹോര രൂപയാണ് ഐതിഹ്യങ്ങളിൽ ഭദ്രകാളിയമ്മയ്ക്ക് മറ്റൊരു രൂപം. ഇങ്ങനെ അനേക രൂപഭാവങ്ങളിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കാളി അർഹിക്കുന്നവർക്ക് ചൊരിയുന്ന അനുഗ്രഹവർഷത്തിന് ഒരു കണക്കില്ല. ചിലപ്പോൾ അമ്മ ഭയങ്കര രൂപണിയായിട്ട് ദംഷ്ടകളൊക്കെ കാട്ടി ചിരിച്ചു കൊണ്ടുവരും. വെള്ള പുരികക്കൊടികൾ ഇളക്കി പിന്നെ കണ്ണുമിഴിച്ചും ദീർഘശ്വാസമൊക്കെ ചെയ്തൊക്കെ വരും. ശൂരയായും അഹങ്കാരിയായും നീർമാതള ദളങ്ങളുടെയൊക്കെ ആ ഒരു മുഖകാന്തിയോടുമൊക്കെ മുന്നിലെത്തും. നമുക്ക് അത്ഭുത രൂപിണിയായ ആ ചെമ്പുട്ടെടുത്ത് വരുന്ന ചോര ചിന്തുന്ന ആ പച്ചമാംസമൊക്കെ ഭക്ഷിച്ചൊക്കെ അമ്മ പല രൂപത്തിലൊക്കെ വരും. ചുവപ്പുള്ള ചോരയൊലിക്കുന്ന തലയോട്ടികളൊക്കെ കോർത്ത മാല ധരിച്ചും ഒക്കെയാണ് നമ്മുടെ ഭക്തമാനസങ്ങളിലൊക്കെ ഓടിയെത്തുന്നത്. ഇനി അറിഞ്ഞോ അറിയാതെയോ മക്കൾക്ക് പറ്റുന്ന തെറ്റുകൾക്ക് പരിഹാരം നൽകുന്ന അല്ലെങ്കിൽ കാണുന്ന ഭദ്രകാളി അമ്മ എപ്പോഴും തൻ്റെ സന്തതികളെ നേർവഴിക്ക് നയിച്ച് ദോഷങ്ങളൊക്കെ തീർക്കും. അപ്പോൾ അവരുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരും. കാഴ്ചയിൽ ഒരു ഭയങ്കരിയായ ഒരു കാളി ദേവിയാണ്. എന്നാൽ ഒരു ശിശുവിൻ്റെ നേരിയ ഒരു കരച്ചിൽ മാത്രം മതി അമ്മയുടെ ഉള്ളിലൊരു സഹാനുഭൂതി ഒക്കെ ഇങ്ങനെ ഉണ്ടായി അമ്മയൊരു അമ്മയായിട്ടൊക്കെ അവിടെ നിമിഷനേരം കൊണ്ട് മാറുന്ന ഒരു ദേവി മഹാത്മ്യത്തിൻ്റെ ഒരു ദുർഗാ ഭഗവതിയുടെയും രൗദ്രരൂപമായിട്ട് ഭദ്രകാളിയെ നമ്മൾ കാണുന്നത്. എല്ലാ ദേവതകളും ദുർഗയിലാണ് കുടികൊള്ളുന്നതെന്ന് വിശ്വസിക്കുന്നു. ദ്രംഷ്ടകളുള്ള ചുണ്ടുകളും അടക്കാനാവാത്ത ദേഷ്യം കൊണ്ട് ചുവന്ന് ജ്വലിക്കുന്ന കണ്ണുകളും നീണ്ട തലമുടിയുടെ അറ്റം വരെ ചെങ്കുറിക്കൂട്ടും കയ്യിൽ ശൂലവും ദണ്ഡും പിശാചുക്കളാണ് കാളിയെ സേവിക്കാനായി ചുറ്റിനുമുള്ളത്. ഈ പിശാചുക്കളുടെ ചുമലിൽ കയറ്റി ഇവരെയൊക്കെ ചുമലിൽ പ്രപഞ്ചമാകെയുള്ള ദുഷ്ടരെ സംഹരിച്ച് ശിഷ്ടരെ എപ്പോഴും രക്ഷിക്കുന്ന ഭദ്രകാളിയാണ് ഒരർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ നമുക്കുള്ള പരദേവതയായി നമ്മൾ കാണുന്ന ഭദ്രകാളിയമ്മ. എന്നാൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഭദ്രകാളിക്കാണ്. എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഭദ്രകാളിയമ്മയ്ക്ക് ക്ഷേത്രങ്ങളുണ്ട്. കുടുംബദേവതയായിട്ട് കാളിയെ പൂജിക്കുന്നവർക്കും ഇടവം, കർക്കടകം, കന്നി, വൃശ്ചികം, മകരം, മീനം രാശികളിൽ ചൊവ്വ നിൽക്കുന്നവരും ചൊവ്വാദോഷമുള്ളവരും മീനക്കൂറിൽ ജനിച്ചവരും ചൊവ്വ 9 നിൽക്കുന്നവർ ചന്ദ്രബലമില്ലാതെ വൃശ്ചികക്കൂറിൽ ജനിച്ചവരും ദശയിലുള്ള അശ്വതി, കാർത്തിക, ഉത്രം, ഉത്രാടം, മകം, മൂലം, പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാരും ഭരണി, പുണർദം, ആയില്യം, പൂരം, വിശാഖം, തൃക്കേട്ട, പൂരം, പൂരുരുട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരും പദ്യമായിട്ട് ഭദ്രകാളിയമ്മയെ ആരാധിക്കുന്നവർ ഇവർക്ക് കാളിപ്രീതി ക്ഷിപ്രഫലമായിട്ട് അമ്മ നൽകും. ഇവർ നിത്യവും ഭദ്രകാളി അമ്മയുടെ ആ ധ്യാനവും മൂലമന്ത്രവും ഒക്കെ ജപിച്ചാൽ ആഗ്രഹങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് സാധിക്കും. പെട്ടെന്നുള്ള ഒരു ഫലസിദ്ധിക്ക് രാവിലെയും വൈകിട്ട് ഒരു 108 തവണ അമ്മ ഈ മന്ത്രം, ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിക്കുക. അപ്പം കാളിയുടെ ആ പ്രാർത്ഥനാ മന്ത്രങ്ങളും സ്തുതികളുമൊക്കെ ജപിക്കുന്നതും ഉത്തമമാണ്. ഈ മന്ത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആൾക്കാർ ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ അമ്മ വളരെയധികം അവരുടെ മേലിൽ പ്രീതിപ്പെടുകയും അവരുടെ ആഗ്രഹ സാഫല്യമെല്ലാം നടത്തി കൊടുക്കുകയും ചെയ്യും. മൂലമന്ത്രമായ ഓം ഐം ക്ലീം സൗം ക്രീം ഭദ്രകാളിയൈ നമഃ.
ഇതും ഓം കാളീ മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗ ഹേടകപാല ദാരികാശിരകൃത്വാ കരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാതൃസംവിധാം മുണ്ടസ്രജാലങ്കൃതാം വന്ദേ ദുഷ്ടമസൂരികാദി വിപദാം സംഹാരിണീമീശ്വരീം എന്ന ആ കാളിയ ധ്യാനവും പിന്നെ കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി എല്ലാവർക്കും അറിയാതെ കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നുള്ള അമ്മയുടെ ആ പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ ചൊല്ലുക. അതുപോലെ തന്നെ മൂലമന്ത്രമായ നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ ഇതൊക്കെ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങളുണ്ടാകും. ഞാനീ പറഞ്ഞവർക്കും അല്ലാത്തവർക്കും എല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന സമയമൊന്നുമില്ല, എല്ലാ ദിവസവും തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ അത്രയ്ക്ക് നമ്മളോട് പ്രീതിപ്പെടുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.